ഇന്ന് നമുക്ക് കടകളിൽ നിന്നൊക്കെ മേടിക്കുന്നത് പോലെയുള്ള നല്ല സ്പൈസി ആയിട്ടുള്ള മിക്സ്ചർ വീട്ടിലെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. വളരെ എളുപ്പമാണ്, ഒത്തിരി പാടൊന്നും ഇല്ലാതെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഈ മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ മിക്സ്ചർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 കപ്പ് കടലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, കടലമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്കൊരു 1 ടീസ്പൂണോളം കായം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മുടെ ഇന്നത്തെ മിക്സ്ചറിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ടേബിൾ സ്പൂണിനടുത്ത് നല്ല എരിയുള്ള മുളക് പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും സ്പൈസി ആയിട്ട് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ 1-1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ നല്ല എരിയുള്ള മുളക് പൊടി ആയതുകൊണ്ട് 1 ടേബിൾ സ്പൂണാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനി നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് എടുക്കണം. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഉപ്പുമൊക്കെ ഈ പൊടിയുടെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരു 6 ടേബിൾ സ്പൂണോളം പൊടി ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇത് നമുക്ക് അവസാനം ബൂന്തി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു 6 ടേബിൾ സ്പൂൺ, 1/2 കപ്പ് വേണ്ട, ഒരു 6 ടേബിൾ സ്പൂണോളം പൊടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 6 ടേബിൾ സ്പൂൺ പൊടി മാറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ പൊടിയിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവൊക്കെ പോലെ വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. പക്ഷേ ചപ്പാത്തി മാവിൻ്റെ അത്രയും കട്ടി വേണ്ട, അതിൽ ഒരല്പം ലൂസായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. സാധാരണ വെള്ളം ഒഴിച്ചാണ് കുഴച്ചെടുക്കുന്നത് കേട്ടോ. വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് ആ മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ ആ കടലമാവ് ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെയും ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് മിക്സ്ചറിലേക്ക് വേണ്ടുന്ന ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ കപ്പലണ്ടിയും പൊട്ടുകടലയൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ ഒന്ന് അടുപ്പിൽ ചൂടാക്കാൻ വെക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിന്ന് ഇതുപോലെ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്താണ് നമ്മൾ ഈ നമ്മുടെ മിക്സ്ചറിനുള്ള സേവ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ അച്ചിലേക്കൊക്കെ ഒരു ഇച്ചിരി എണ്ണയൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഒട്ടി പിടിക്കാതിരിക്കാനായിട്ടാണ് ഇതിലേക്കൊക്കെ കുറച്ച് എണ്ണയൊന്ന് തേച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. കുറച്ച് ഏറെ എണ്ണ ഒഴിക്കണം കേട്ടോ. ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ മിക്സ്ചറിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില ഒന്നിട്ട് കൊടുക്കാം. ഇതൊന്ന് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് എണ്ണയിൽ നിന്ന് കോരണം. അടുത്തതായിട്ട് എണ്ണയിലേക്ക് ഞാനൊരു 2-3 വത്തൽമുളകൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതൊന്നും ഒത്തിരി നേരം ഇടണ്ട കേട്ടോ, ഒന്ന് വല്ലാതെ കറുത്ത് പോകാതെ പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് നമ്മുടെ കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. കപ്പലണ്ടി അഥവാ കടല, പീനട്ട് കേട്ടോ. ഇതും കൂടെ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഒത്തിരി നേരം ഇടരുത്. ഒത്തിരി നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് കറുത്ത് പോവും. അതുകൊണ്ടൊരു 30-40 സെക്കൻഡ് കൊണ്ട് തന്നെ എണ്ണ നല്ല ചൂടായിട്ടാണെങ്കിൽ ഇത് ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മുടെ കപ്പലണ്ടി ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി കൂടുതൽ നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതങ്ങ് വല്ലാതെ കരിഞ്ഞു പോവും. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതും ഒരു 10-40 സെക്കൻഡ് ഒന്ന് ചൂടായിട്ടുള്ള എണ്ണയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഒത്തിരി നേരം വേണ്ട കേട്ടോ. ഒത്തിരി നേരം ഇട്ടിട്ടുണ്ട് വല്ലാണ്ട് അങ്ങ് ഹാർഡായി പോവും. ഇപ്പോൾ ഞാനതെല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ കുഴച്ച് വെച്ച ഈ കടലയുടെ മാവ് കുറേശ്ശെയായിട്ട് ഈ ഇടിയപ്പത്തിൻ്റെ പ്രസ്സിലേക്ക് കയറ്റി നമുക്കിതൊന്ന് തയ്യാറാക്കിയെടുക്കണം. നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് ഈ ഇടിയപ്പത്തിൻ്റെ മാവ് പോലെ നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കണം. ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് ഒരു 2-3 തവണയായിട്ട് നമുക്കിതൊന്ന് ഇതിലേക്ക് ആക്കി കൊടുക്കാം. ഇത് മുഴുവനും കൂടെ ഒരുമിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഒരു സൈഡ് ഒരു 10-30 സെക്കൻഡ് വീതം ഇട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡിലും ഒരു 30 സെക്കൻഡ് വീതം ഇത് കിടന്നൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ഒത്തിരി നേരം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിനൊരു കൈപ്പുരുചിയായി പോകും കേട്ടോ. നമ്മുടെ മിക്സ്ചറിൻ്റെ സേവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുത്തതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള നമ്മുടെ കടലമാവും കൂടി ഒന്ന് തയ്യാറാക്കിയെടുക്കണം. പിന്നെ ഇത് ചെയ്യുമ്പോൾ അടുപ്പിൽ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് വേണം ചെയ്യാൻ കേട്ടോ. ഒത്തിരി കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് ചുറ്റിച്ച് വരുമ്പോൾ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്.
ബാക്കിയുള്ള മാവ് മുഴുവൻ നമുക്കിതുപോലെ തന്നെ ഒന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ആ കടലമാവ് മുഴുവൻ ഞാനിവിടെ സേവ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം കുറച്ച് കടലമാവ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് നീട്ടിയെടുക്കണം. നമ്മുടെ ഒരു ഇഡലിമാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ, ഇഡലിമാവിനെക്കാട്ടിലും ഒരല്പം കൂടി ലൂസായിട്ട് ഇതൊന്ന് നീട്ടിയെടുക്കാം. അതിന് ശേഷം ഇത് എണ്ണയിലേക്ക് ഒഴിച്ച് നമുക്ക് ബൂന്തിയാക്കിയെടുക്കണം. നമ്മുടെ മിക്സറിലൊക്കെ കാണാറില്ലേ ചെറിയ ബൂന്തികൾ, അതുപോലെ ഒന്ന് ആക്കിയെടുക്കണം. ഇതങ്ങ് വല്ലാതെ നീണ്ടുപോരുത്, എന്നാലും ഒത്തിരി കട്ടിയാകുകയും ചെയ്യരുത്. ഇപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് കേട്ടോ. നമുക്കിത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവത്തിനാക്കിയെടുക്കണം. ഇതിനെ എങ്ങനെയാണ് ബൂന്തി ആക്കിയെടുക്കുന്നതെന്ന് നോക്കാം. പിന്നെ നമുക്ക് ബൂന്തി ആക്കുന്നതിന് ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നതിന് ഇതുപോലെ ചെറിയ ചെറിയ സുഷിരങ്ങളുള്ള ഒരു തവി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിൽ കൂടി വേണം നമ്മൾ ഇതിലേക്ക് ആ മാവ് ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഇങ്ങനത്തെ ഇല്ലെങ്കിൽ അലൂമിനിയം ഫോയിലിൻ്റെ ചെറിയ പാത്രമോ അല്ലെ പ്ലാസ്റ്റിക് പാത്രമോ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ ചെറുതായിട്ട് ഹോൾസ് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൽ കൂടി ഒഴിച്ചാണെങ്കിലും നമുക്കിത് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇതുപോലെ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഇത് കുറേശ്ശെയായിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ അകത്തി ഒഴിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടി ഒട്ടിപ്പിടിച്ചു പോകും കേട്ടോ. കുറേശ്ശെയായിട്ട് ഒഴിച്ചാൽ മതി, മുഴുവനോട് ഒരുമിച്ച് ചെയ്യാതെ ഒരു 2-3 തവണയായിട്ട് നമുക്കിതുപോലെ ഒന്ന് ആക്കിയെടുക്കാം. ഇത് ഒത്തിരി നേരം ഒന്നും ഇട്ട് ഫ്രൈ ചെയ്യേണ്ട. നമുക്കിത് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇങ്ങനെ അനക്കുമ്പോൾ ആ നന്നായിട്ട് ഫ്രൈ ആയ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകാൻ പറ്റും. ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള ആ മാവ് കൂടി ഒന്ന് ബൂന്തിയാക്കിയെടുക്കാം. ഇപ്പോൾ ഞാൻ ആ ബൂന്തിയും എല്ലാം ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അവസാനം നമുക്കിതിലേക്ക് ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് അതിൻ്റെ പുറത്തെ തൊലിയോടുകൂടി ഒന്ന് ചതച്ചതിന് ശേഷം ഇട്ട് ഇതുകൂടി ഒന്ന് വറുത്തെടുത്ത് മാറ്റാം. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ വെളുത്തുള്ളിയുടെ ആ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതും കൂടെ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ മിക്സ്ചറിന് വേണ്ടുന്ന സേവും അതുപോലെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ചെറുതായിട്ട് ചെറുതാക്കിയെടുക്കാം. ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഒടിച്ചു കൊടുത്താൽ മതി. നല്ല ക്രിസ്പി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെറിയ ചെറിയ പീസായിട്ട് മാറിക്കിട്ടും. ഇതിപ്പോൾ ഞാനിവിടെ ചെറുതായിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കപ്പലണ്ടി, അതുപോലെ പൊട്ടുകടല, ബൂന്തി, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ചുവന്ന മുളക് ഇതെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ നിങ്ങൾ ഈ ബൂന്തിയും അതുപോലെ സേവും ഒക്കെ തയ്യാറാക്കുമ്പോൾ നോക്കണം ഇതിൻ്റെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു വളരെ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 ടീസ്പൂണോളം കായപ്പൊടി കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതിൻ്റെ മാവ് മിക്സ് ചെയ്തപ്പോൾ അതിലേക്ക് നല്ല എരിയുള്ള 1 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. നല്ലൊരു നിറം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡറോ അല്ലെങ്കിൽ എരിയുള്ള മുളക് പൊടിയോ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ നല്ല ജീരകം വറുത്ത് പൊടിച്ചതും അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇതുകൂടെ നിങ്ങൾ ഇനി ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് നോക്കണം. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മളുടെ ആ ജീരകത്തിൻ്റെ പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേരുമ്പോൾ കേട്ടോ. നമ്മൾ ആ കടകളിൽ നിന്ന് മേടിക്കുന്ന പോലെ തന്നെ ആയി കിട്ടും. ഇതിപ്പോൾ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ നല്ല സ്പൈസി മിക്സ്ചർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. വലിയ വിലയൊന്നും കൊടുത്ത് കടകളിൽ നിന്ന് മേടിക്കേണ്ട കാര്യമില്ല. വളരെ ഈസി ആയിട്ട് കുറഞ്ഞ ചിലവിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പം മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.